ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തക്കാളിക്കയും സവാളയും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് തയ്യാറാക്കുന്നത് 3 സവാള വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ 3 സവാള പൊളിച്ച് നല്ലതായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതെങ്ങനെയാണ് മുറിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ സവാള ഉണ്ടല്ലോ കുറച്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഓരോ സവാളയും ഞാൻ 4ആക്കിയാണ് മുറിക്കുന്നത്. ഇങ്ങനെ 4ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ നടുക്കുള്ള ആ വെളുത്ത ഭാഗം ഉണ്ടല്ലോ അതങ്ങ് മുറിച്ച് കളയണം. ഇങ്ങനെ നമ്മൾ ഈ നടുക്കത്തെ ആ വെളുത്ത പോർഷൻ ആണെങ്കിലും മുറിച്ച് കളയുമ്പോൾ ഈ സവാളയാണെങ്കിൽ ഓരോ പാളികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള സവാളയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. കൂടാതെ നമ്മൾ 2 വലിയ തക്കാളിക്കയും കൂടി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഓരോ തക്കാളിക്ക ഉണ്ടല്ലോ 8 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇതിൻ്റെ അകത്തുള്ള ആ കുരു ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട, അതങ്ങ് മാറ്റണം. കൂടാതെ ആ വെളുത്തിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മുറിച്ച് കളയണം. ഇതുപോലെ തക്കാളിക്ക് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സവാള ഉണ്ടല്ലോ 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സവാള ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ നോക്കി ആ സവാള എല്ലാം പാളിയായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ഈ സവാളയും തക്കാളിയും ഒക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണേ. കാൽ ഭാഗത്തോളം നമ്മൾ ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതൊരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ലതായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ കേട്ടോ. വീണ്ടും ഞാൻ സ്റ്റവ് കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ട് 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറിയെടുത്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ച സാധനം ചേർക്കാം. സവാളയും തക്കാളിയും എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ ആ വെള്ളമയം എല്ലാം മാറി എണ്ണ തെളിയുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇതിലെ വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിയാൻ തുടങ്ങി. നമുക്കിനി ഇതിലോട്ട് തൈര് ചേർക്കാം. അധികം പുളിപ്പില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തൈരിലെ ആ വെള്ളമെല്ലാം വറ്റുന്ന വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, തൈരിലെ ആ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിയാൻ തുടങ്ങി. ഈ സമയം നമ്മൾ ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം.
നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് 1 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. നമ്മളിത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയും തക്കാളിക്കും ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഈ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കാൻ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാളയും തക്കാളിക്കയും മാത്രം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണിത്. നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ചക്കറിയൊക്കെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.